ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിലേക്കുള്ള പാരാമെഡിക്കൽ BSc നഴ്സിംഗ് 2025-26 എൻട്രൻസ് ടെസ്റ്റ് എപ്പോൾ നടക്കും, അതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വയറീസ് എപ്പോഴും വരുന്നുണ്ട്. പക്ഷേ അതിന് ഓരോരുത്തർക്കും 1-to-1 ആൻസർ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാ എൻക്വയറീസിനും ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡേറ്റ് ആണ്, എന്നാണ് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് സൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഡേറ്റ്സ് എല്ലാം ഒരു ടെൻറ്റേറ്റീവ് ഡേയ്സ് ആണ്. ഇത് ലാസ്റ്റ് ഇയറിലും ഇങ്ങനെ തന്നെ വന്ന് മാർച്ച് 1st വീക്കിന് ആപ്ലിക്കേഷൻ സൈറ്റിൽ വന്ന് ഏപ്രിൽ 1st വീക്ക് വരെ, അതായത് 1 month വിൻഡോ പീരീഡ് ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ എല്ലാവർക്കും അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ പീരീഡ് ഉണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ തന്നെ നമുക്കൊരു 1 month ഗ്യാപ്പ് കിട്ടാനാണ് ചാൻസ്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സൈറ്റിൽ വന്നിട്ടില്ല. ഫെസ്റ്റിവൽ സീസൺ കാരണമാണ് ഇത് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടത്. ഇന്നത്തെ ഒരു കറണ്ട് ന്യൂസ് അനുസരിച്ച് എയിംസിൻ്റെ സൈറ്റിൽ കാണുന്ന ആസ് സൂൺ ആസ് പോസിബിൾ ഇത് ഡിക്ലെയർ ചെയ്യും. അതായത് വിതിൻ 1 വീക്കിൽ ആപ്ലിക്കേഷൻ ഫോം സൈറ്റിൽ വരാനാണ് ചാൻസ്. ഇടയ്ക്ക് സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വയറിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എത്ര രീതിയിലാണ് ടൈപ്പ് രജിസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് ഷീറ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ലല്ലോ, റിസൾട്ട് വരില്ലല്ലോ. അപ്പോൾ എങ്ങനെ നമ്മളിത് രജിസ്റ്റർ ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് ക്വയറീസ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തരാം. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ, അതായത് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് വിസിബിൾ അവർ ഡിക്ലെയർ ചെയ്യും, അതായത് ആപ്ലിക്കേഷൻ ഫോം പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ് www.aimsexam.ac.in. ഈ വെബ്സൈറ്റിൽ പോവുക. ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിൽ കാര്യങ്ങളെല്ലാം അതിൽ നമുക്ക് കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് യൂസ്ഡ് ആണെങ്കിലും ഇല്ലെങ്കിലും നമുക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇതിൻ്റെ 2 രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് ബേസിക് രജിസ്ട്രേഷനും പിന്നെ ഫൈനൽ രജിസ്ട്രേഷനും. ആദ്യം ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ മാർക്ക് ഷീറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ്, എന്തായാലും നിങ്ങൾക്കൊരു റിസൾട്ട് പബ്ലിഷ് ആകുന്നതിന് മുമ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. വൺസ് ദ ആപ്ലിക്കേഷൻ ഫോം ഇൻ ദ സൈറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഇതിൻ്റെ സൈറ്റിൽ പോവുക, www.aims.exam.ac.in. അതാണ് സൈറ്റ്, അതിൽ തന്നെ പോവുക. ദെൻ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് അതിൻ്റെ ആ സൈറ്റിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് ഹോം പേജ്. ആ ഹോം പേജിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ ഇതിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡേറ്റ് ഇതിലൊന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കുക. വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നതും വാലിഡ് ആയിരിക്കണം. ഈ കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്ലോഡ് സ്കാൻഡ് കോപ്പി ഓഫ് യുവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ആൻഡ് തം ഇംപ്രഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇത് നമുക്ക് എൻ്റർ ചെയ്യാം. അതിന് നമുക്ക് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അത് സ്കാൻഡ് കോപ്പിയാണ്. അതിനെന്താണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഏത് ബാക്ക്ഗ്രൗണ്ട് എന്നതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അത് നമുക്ക് പല സൈസിൽ, അതിപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അവർ പറയുന്ന അതേ സൈസിൽ തന്നെ ചെയ്യുക. അത് സൈസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നമുക്ക് പെയിൻറ്റിലും ഒക്കെ പോയി അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതനുസരിച്ച് അതിൻ്റെ സൈസ് ക്രമീകരിച്ച് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തെയാണ് സ്കാൻ സിഗ്നേച്ചർ എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ തന്നെ സ്കാൻ ഉണ്ടല്ലോ, അങ്ങനെ സ്കാൻ ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അതും പിന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ പ്രോപ്പറായിട്ട് അവർ പറഞ്ഞേക്കുന്ന ആ സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. പിന്നെയാണ് തം ഇംപ്രഷനും ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. നമുക്കതിന് വേണ്ടത് ഒരു ഇങ്ക് പാഡാണ്. ഇങ്ങനെ ഇങ്ക് പാഡ്, പിന്നെ ഒരു വൈറ്റ് പേപ്പർ വേണം, പിന്നെ നമുക്കൊരു നല്ല സർഫേസിൽ വെച്ചിട്ട്. അപ്പോൾ ഇങ്ക് പാഡിൽ കൈ പ്രസ് ചെയ്തിട്ട് വൈറ്റ് പേപ്പറിൽ തമ്പ് ഇംപ്രഷൻ എടുക്കുക. അത് വളരെ ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിട്ടുള്ളതാണ്. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തമ്പ് ഇംപ്രഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞ് നിങ്ങളത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ നമുക്കിതെല്ലാം റെഡി ആയിരിക്കണം. വൺസ് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുക.
അതിനുശേഷം സബ്മിറ്റ് ദ ഡീറ്റെയിൽ ആൻഡ് സേവ് ദ രജിസ്ട്രേഷൻ ID ആൻഡ് പാസ്വേഡ് ഫോർ ദ ഫ്യൂച്ചർ യൂസ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതെല്ലാം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ IDയും പാസ്വേഡും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് രജിസ്ട്രേഷൻ IDയും പാസ്വേഡും നമ്മൾ കീപ്പ് ചെയ്യുക. അതായത് പിന്നെ അത് മറന്നു പോകല്ലോ, എവിടെയെങ്കിലും മെൻഷൻ ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫൈനൽ രജിസ്ട്രേഷൻ വരുന്നത്. ഫൈനൽ രജിസ്ട്രേഷൻ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഫൈനൽ രജിസ്ട്രേഷൻ എപ്പോഴാണ്, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണമെന്ന്. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിലാകുമ്പം ഇവർ പറയുന്ന വിൻഡോ ഉണ്ടല്ലോ, ടൈം വിൻഡോ 1 മാസം, ആ സമയത്തിനുള്ളിൽ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുക. ഈ ഫസ്റ്റ് രജിസ്ട്രേഷനും ഫൈനൽ രജിസ്ട്രേഷനും ഒരു ദിവസം ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ റിസൾട്ടോ നിങ്ങളുടെ ഇവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ കാണില്ല. അതുകൊണ്ട് ഫസ്റ്റ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. അടുത്തത് ഫൈനൽ രജിസ്ട്രേഷൻ്റെ അത് നിങ്ങൾക്ക് കിട്ടിയ രജിസ്ട്രേഷൻ IDയും പിന്നെ പാസ്വേഡും നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ച് നിങ്ങൾ ഫൈനൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് കോഡ്, അതായത് രജിസ്ട്രേഷൻ യൂണീക്ക് കോഡ് ജനറേറ്റ് ചെയ്യുക. അതിനൊക്കെ ഓരോ ഓപ്ഷൻസ് ഉള്ളത്. നമ്മൾ അതിൻ്റെ ഒന്ന് ഫോളോ ചെയ്തെങ്കിൽ വന്നാൽ മതി. കമ്പ്യൂട്ടറൊക്കെ ബേസിക് അറിയാവുന്നതാണ് ഇന്നത്തെ സ്റ്റുഡൻസ് എല്ലാം. അതുകൊണ്ട് അത് പറയുന്ന സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു ID കിട്ടും, യൂണീക്ക് രജിസ്ട്രേഷൻ ID കിട്ടും. അതിനുശേഷം അതിന് പേ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും പേ കാറ്റഗറി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ജനറലിനും ഒക്കെ 2000 ആണ്, ബാക്കി SC STക്കൊക്കെ 1600, ബാക്കി എല്ലാവർക്കും തന്നെ 2000 ആണ്. പിന്നെ ഡിസബിലിറ്റി ഉള്ളവർക്ക് പേയ്മെൻറ്റ് ഇല്ല. ഇതെല്ലാം പേ ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഓൾ റിക്വയർഡ് ഡോക്യുമെൻ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം. പ്രീവിയസ് ക്ലാസ്സുകളിലെയൊക്കെ മാർക്ക് ഷീറ്റുകൾ 10+1 അങ്ങനെയുള്ള മാർക്ക് ഷീറ്റുകൾ, പിന്നെ SLCയുടെ ഫ്രണ്ട് പേജ്, SLCയുടെ മാർക്ക് ഷീറ്റ്, അങ്ങനെ അവർ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സ്. അതായത് നിങ്ങളുടെ കയ്യിൽ എവിടെയാണെങ്കിലും LBSന് അപ്ലൈ ചെയ്യണം, എല്ലാത്തിനും നമുക്കൊരു ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യം. അതെല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കണം. കറക്റ്റ് സമയത്ത് അതിന് വേണ്ടി ഓടരുത്, ഒന്നും നിങ്ങൾ മിസ്സാക്കുകയും ചെയ്യരുത്. അതെല്ലാം ആ സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫൈനൽ രജിസ്ട്രേഷൻ അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ആ ടൈം പീരീഡ് തീരുന്നതിനിപ്പുറം ചെയ്താൽ മതി. ദെൻ നിങ്ങൾ എൻട്രി ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം. എൻ്റെ ഓൾ ഡീറ്റെയിൽസ് ആൻഡ് പേയ്മെൻറ്റ് ചെയ്യുക. ഇതെല്ലാം ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് എത്രയാണോ പറഞ്ഞേക്കുന്നത് അത് പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമ്മൾ വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പ്രിൻ്റ് ഔട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചെയ്തതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ 1-2 പ്രിൻ്റ് ഔട്ട് ഇരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട് നമ്മുടെ കൈ വേണം. ഇതിന് ശേഷം നമ്മൾ പേ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഈ 3 രീതിയിലാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. ക്രെഡിറ്റ്, ഡെബിറ്റ്, നെറ്റ് ബാങ്കിങ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ബേസിക് രജിസ്ട്രേഷൻ, ഫൈനൽ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായി. +2ൻ്റെ എക്സാമോ മാർക്ക് ഷീറ്റോ ഒന്നും വരേണ്ട വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ ഫോം റിലീസ് ആകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കറക്റ്റ് ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ടെൻറ്റേറ്റീവ് ഡേയ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ഡേറ്റ് ഡിക്ലെയർ ആകുമ്പോൾ നിങ്ങളെ അറിയിക്കാം. അല്ലെ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അടുത്തതാണ് ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് സിലബസ് ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ടോപ്പിക് നമുക്ക് എല്ലാവർക്കും അറിയാം, PCB ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബേസ്ഡ് ആണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്, പക്ഷേ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറയുന്നതാണ്. ഇത് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. MCQ ക്വസ്റ്റ്യൻ ആണ്. 100 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതോടൊപ്പം എക്സാം സെൻറ്ററിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രം മാത്രമല്ല, ഇതിൻ്റെ പല സിറ്റികളും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ എക്സാം രജിസ്ട്രേഷൻ സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു ഉദ്ദേശം വെച്ച് പറഞ്ഞാൽ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫൈനൽ രജിസ്ട്രേഷൻ്റെ സമയത്ത് എക്സാം സെൻറ്ററുകളൊക്കെ നിങ്ങൾക്കത് കാണാം. അപ്പോൾ നിങ്ങൾ അതിലൊരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യണം. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സെൻറ്റർ കിട്ടുന്നത്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ചാണ്. അപ്പം നമ്മളിത് ഓൾറെഡി പറഞ്ഞു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. 100 MCQ ക്വസ്റ്റ്യൻസ് ആണ്.
നെക്സ്റ്റ് ഇതിൽ നിന്ന് ഓരോന്നിനും വരുന്ന മാർക്കാണ് ഫിസിക്സിൽ നിന്ന് 30 മാർക്സ്, കെമിസ്ട്രിയിൽ നിന്ന് 30 മാർക്സ്, ബയോളജിയിൽ നിന്ന് 30 മാർക്സ്, അങ്ങനെ 90 മാർക്സ് വരും. പിന്നെ ജി കെ നിന്ന് 10 മാർക്സ്, അങ്ങനെ 100 മാർക്സ് ആണ് MCQ ക്വസ്റ്റ്യൻസ് നടത്തുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കട്ട് ഓഫിനെ കുറിച്ചും കാര്യങ്ങളും ഒക്കെയാണ്. അതിന് മുമ്പ് സിലബസ് പറയാം. സിലബസ് 12th ആണ് യൂഷ്വലി നമ്മൾ പറയുന്നത്. 12th PCB എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങൾ 11th കൂടെ ജസ്റ്റ് ഒന്ന് സൂപ്പർഫിഷ്യലി റീഡ് ചെയ്ത് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നതായിട്ട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പരീക്ഷണം പറ്റത്തില്ലാത്തത് കൊണ്ട് +2 നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മീൻസ് 11th അതായത് +1 നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയോ ഒന്ന് റീഫ്രഷ് ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇത് ന്യൂ NCERT നിങ്ങളുടെ സിലബസ് അനുസരിച്ചാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഡിലിക്റ്റഡ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്കുണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്. അതും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് പോകണം. ഒരു സൂപ്പർഫിഷ്യൽ റീഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി കട്ട് ഓഫിനെ കുറിച്ചാണ്. അറ്റ്ലീസ്റ്റ് 85 കൂടുതലും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. 100 ചെയ്യത്തക്ക രീതിയിൽ പഠിക്കാൻ ബെസ്റ്റാണ്, പക്ഷേ 85 എങ്കിലും വേണം എന്ന രീതിയിൽ വേണം പഠിക്കാൻ. ഇതിൻ്റെ അകത്ത് തന്നെ കാറ്റഗറി അനുസരിച്ചൊക്കെ നമുക്ക് കട്ട് ഓഫിലൊക്കെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ വർഷത്തെ വെച്ച് വരെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 75-80 കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ കൺസിഡറും ചെയ്യത്തുള്ളൂ. OBCക്കാണ് 70 to 75, EWSനാണ് 60 to 65. അടുത്തത് SC/ST ആണ്, അവർക്ക് 50 to 60 കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇത് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസ്. ഒരു ലാസ്റ്റ് ഇയറിൽ വെച്ചാണ് പറയുന്നത്. ഈ വർഷം എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസ് കൂടുതലുണ്ടാകാനാണ് ചാൻസ്. അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ നിങ്ങൾ നന്നായിട്ട് സീരിയസ് ആയിട്ട് ഈ കാര്യം പഠിക്കണം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് റിലീസാവുന്നോ അന്ന് നിങ്ങളെ അറിയിക്കാം. അതിനു വേണ്ടി എന്നാണ് എന്ന് ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും 1-to-1 ആൻസർ കൊടുക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ആണ്, നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഒരു വീഡിയോ ഒക്കെ ഇടാൻ നമുക്ക് സമയം കിട്ടുന്നത്.